ജപമാലരാണി ആവേ 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 മരിയ. ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന വാസതി പ്രത്യക്ഷയായ പരിശുദ്ധ അമ്മയുടെ മഹാനുസ്മരണയുടെ വെസ്പര സന്ധ്യായ നിമിഷങ്ങളിൽ അമ്മയെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ തിരുമനസ്സ് വെളിപ്പെടാൻ ഇടയാക്കിയതിന് നന്ദി പറയുന്നു. പ്രാർത്ഥിക്കുക. വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ജീവനുള്ള ദൈവത്തിന്റെ വചനം നിക്ഷേപിക്കുവാൻ തിരുമനസ്സായ ദൈവമേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളും അങ്ങയോട് ചെയ്തിട്ടുള്ള ഉടമ്പടി വിശ്വസ്തയോടെ പാലിച്ച് വിശുദ്ധിയിലും ദൈവശക്തിയിലും നിലനിൽക്കുവാൻ കൃപ നൽകണമേ. ഞങ്ങളുടെ മാനുഷികമായ വഴികൾ അസ്തമിക്കുമ്പോൾ ദൈവത്തിന്റെ ഇടപെടൽ ഉടമ്പടി വഴി അവിടുത്തെ പുതിയ വഴികള് ഈ നവനാൾ പ്രാർത്ഥന വഴി ഞങ്ങൾക്ക് ജീവിതത്തിൽ കാണിച്ചു തരുവാൻ കഴിയണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം. പ്രാർത്ഥിക്കാം. വാഗ്ദാന പേടകമായ പരിശുദ്ധമ്മ എലിസബത്തിൻ്റെ ഭവനത്തിൽ സ്വീകരിക്കപ്പെട്ടപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ ദിവസമായ കർത്താവേ, ഞങ്ങളും കൃപാസനം പരിശുദ്ധ അമ്മയോടുള്ള ഈ നവേന പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുക വഴി അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാൽ നിറയപ്പെടുവാനിടയാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആമേൻ.
ഏറ്റവും ചൊല്ലി പ്രാർത്ഥിക്കാം. ഇതാ കർത്താവിന്റെ ദാസി, ഇതാ കർത്താവിന്റെ ദാസി, അങ്ങേ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന ഉടമ്പടി വചനം ഉച്ചരിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ച അമ്മേ, ആ നിമിഷം മുതൽ പൂർണ്ണമായി ഞങ്ങളെ അങ്ങേക്ക് കാണിക്കയായി സമർപ്പിക്കുന്നു. അബ്രാഹത്തിന് 99-ാമത്തെ വയസ്സിൽ പ്രത്യക്ഷപ്പെട്ട് തന്റെ മുമ്പാകെ വിശുദ്ധിയിൽ വ്യാപരിക്കുക എന്ന ഉടമ്പടി വചനത്തിലൂടെ വഴി നടത്തിയ പരിശുദ്ധ അമ്മയോട് ചേർന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. തന്റെ ജീവിതം ദൈവ തിരുമനസ്സിന് ഉടമ്പടി ചെയ്തപ്പോൾ വചനം മാംസമായി രക്ഷകൻ പിറന്നതുപോലെ വാക്യാർത്ഥത്തിലെ അവൻ പറയുന്ന പോലെ എന്ന ഉടമ്പടി വചനത്താൽ പച്ചവെള്ളത്തെ വീഞ്ഞായി രൂപാന്തരപ്പെടുത്തി അമ്മയുടെ മാധ്യസ്ഥത്താൽ ഈശോ ചെയ്ത അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലും ദൈവരാജ്യത്തിന്റെ അടയാളങ്ങളായി കാണപ്പെടുവാൻ ഇടയാക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം മഹത്വം, ആരാധന ആരാധന. പ്രിയപ്പെട്ടവരെ, ഉടമ്പടി പ്രാർത്ഥനയുടെ മർമ്മം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അത് പ്രാപിക്കുന്നതിന് വേണ്ടി നമ്മളുടെ ഭാഗത്തുനിന്ന് ദൈവം ആവശ്യപ്പെടുന്നത് വിശ്വാസമാണ്. പിന്നെ വിശ്വാസത്തിൻ്റെ വ്യത്യസ്തങ്ങളായ നിലവാരങ്ങളുണ്ട്. പ്രത്യാശ, ദൈവസ്നേഹം, സമർപ്പണമൊക്കെ വിശ്വാസത്തിൻ്റെ തന്നെ വളരെ മച്ചുവറായിട്ടുള്ള ദൈവിക പുണ്യങ്ങളാണ്. ഈ വാഗ്ദാനം പ്രാപിക്കുന്നതാണ് ഉടമ്പടിയുടെ മർമ്മം. ദൈവം തന്നെ ദൈവത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മൾക്ക് തരുന്നത് വാഗ്ദാനമനുസരിച്ചുകൊണ്ടാണ്. അപ്പോൾ ഏറ്റവും വലിയ വിശ്വാസ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവമാണ് ദൈവവാഗ്ദാനം. അത് ഓരോ നമ്മൾ ഇംഗ്ലീഷ് പ്രോമിസ് എന്ന് പറയുമെങ്കിലും മലയാളമാണ് അതിന് ഏറ്റവും ബെസ്റ്റ്. കാര്യം വാക്കിൻ്റെ ദാനം. എന്നാൽ എല്ലാ വാക്കിൻ്റെ ഉള്ളിലും ദാനമുണ്ട്. ഈ വാക്കിൽ നമ്മൾ വിശ്വസിക്കുന്നതിലൂടെയാണ് ഈ ദാനം റിലീസാകുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾക്ക് അങ്ങനെ ഒരു പ്രാർത്ഥനയാണ് ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. അമ്മ പോലും വാഗ്ദാനം പ്രാപിക്കുകയാണ് ചെയ്തത്. ദൈവം അമ്മയോട് കുറിച്ച് കൊടുത്ത മംഗളവാർത്ത ഒരു വാഗ്ദാനമാണ്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ആ വാഗ്ദാനത്തോട് വിശ്വാസവും വിശ്വസ്തതയും കാണിച്ച് അപ്പോഴാണ് വചനം മാംസമായത്. എല്ലാ വചനങ്ങളും മാംസമാകും. വചനത്തിൻ്റെ ഉള്ള ദാനമെന്ന് പറയുന്നത് ഈ മാംസ പദാർത്ഥവൽക്കരിക്കപ്പെടുന്നത് തന്നെയാണ്. അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, വാഗ്ദാന അനുസ്മരണ പ്രാർത്ഥനയാണ് ഉടമ്പടി നൊവേനയുടെ ആദ്യത്തെ പ്രാർത്ഥന. ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും ഈശോമിശിഹാ വാഗ്ദാനം നിങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നാണ് പ്രത്യുദ്ധരിക്കേണ്ടത്. കർത്താവേ, അങ്ങേ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ ജോഷുവ 3:4 പ്രാർത്ഥിക്കുന്നു.
ഈ വഴിയിലൂടെ ഇതിനു മുമ്പ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി അവിടെ കാണിച്ചു തരും. ഈ വചനപ്രകാരം ഉടമ്പടി ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ പ്രാർത്ഥിക്കണമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവേ, അങ്ങേ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ ജോഷുവ 24:13 പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ അവകാശമായി നൽകും. ഈ വചനപ്രകാരം ഉടമ്പടി ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ അമ്മേ പ്രാർത്ഥിക്കണമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവേ, അങ്ങേ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ ലൂക്ക 24:49 പ്രാർത്ഥിക്കുന്നു. ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനമാകുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ധരിക്കുന്നവരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. ഈ ദൈവവചന പ്രകാരം പ്രത്യാശയോടെ ഉടമ്പടി ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ അമ്മേ പ്രാർത്ഥിക്കണമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവേ, അങ്ങേ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 8:21 പ്രാർത്ഥിക്കുന്നു. ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. ഈ ദൈവവചന പ്രകാരം ഉടമ്പടി ചെയ്ത് ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ അമ്മേ പ്രാർത്ഥിക്കണമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവേ, അങ്ങേ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് സമയമായില്ല എന്ന സങ്കീർണമായ ആത്മീയ തടസ്സത്തെ അതിജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് അമ്മയ്ക്ക് നൽകിയ അപ്പം നിങ്ങളോട് പറയുന്ന പോലെ ചെയ്യുവിൻ എന്ന യോഹന്നാൻ 2:5 തിരുവചന പ്രകാരം ഉടമ്പടി ചെയ്ത് ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ അമ്മേ പ്രാർത്ഥിക്കണമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, മഹത്വം, മഹത്വം, മഹത്വം. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. തിരുമുൻപിൽ വിറയാർന്ന ഹൃദയം ഒരുങ്ങി. അലിവാർന്ന കൃപയുടെ ഉടമ്പടി. തിരുമുൻപിൽ വിറയാർന്ന ഹൃദയം ഒരുങ്ങി. കരുണയും കനിവയും മിഴി തുറക്കുന്നാഥേ. ആവേ, ആവേ, ആവേ മരിയ. ആവേ, ആവേ, ആവേ മരിയ. പ്രിയമുള്ളവരെ, നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്ന ഓരോ വ്യക്തികളും ഉടമ്പടി നൊവേനയുടെ അടിസ്ഥാനത്തിൽ ആ ഉടമ്പടി ചെയ്ത വിഷയത്തിൻ്റെ മേൽ ദൈവിക ഇടപെടലുണ്ടാകാൻ വേണ്ടിയാണ് നമ്മളിനി പ്രാർത്ഥിക്കുന്നത്. ഇത് ഉടമ്പടി നിയോഗ പ്രാർത്ഥനയാണ്. ഉടമ്പടി ചെയ്ത വിഷയത്തിൻ്റെ മേലെ അതിൻ്റെ പ്രത്യുത്തരം, ഈ ഉടമ്പടി നിയോഗ പ്രാർത്ഥന പ്രത്യുത്തരം, ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. പക്ഷേ ഏറ്റവും ശക്തമായ ബൈബിളിലുള്ള ഒരു പ്രയർ ഫോർമുലയാണിത്. പക്ഷേ ഇത് വളരെ കുറച്ച് മാത്രമേ സഭയിൽ ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഇത്രയും നാളിലെ സഭാ ശുശ്രൂഷയിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഇത് ഏറ്റവും ശക്തമായ, ബൈബിളിൽ ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു പ്രയർ ഫോർമുലയാണ്. അതായത് ദൈവപിതാവിനോടാണ് സഭ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന അൾട്ടിമേറ്റായിട്ട് എപ്പോഴും നമുക്കറിയാം, സർവസ്വനായ പിതാവ് പോലും ദൈവപിതാവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. ആരുടെ നാമത്തിൽ? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. നമ്മൾ ഓരോ കുർബാനയുടെ ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് യേശുനാമത്തിലാണ്. പക്ഷെ പ്രാർത്ഥിക്കുന്നത് ആരോടാണ്? പിതാവായ ദൈവത്തിനോടാണ്. പ്രാർത്ഥിക്കുന്നത് എന്തിലൂടെ? ആരിലൂടെയാണ്? പരിശുദ്ധാത്മാവിലൂടെയാണ്. കാര്യം പ്രാർത്ഥനയുടെ വാക്കും വചനവും എല്ലാം നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്.
അപ്പം ത്രിത്വൈക ദൈവമാണ് ക്രിസ്തീയ പ്രാർത്ഥനയുടെ 3 തലങ്ങൾ, 3 ബന്ധങ്ങൾ വരണത്. അപ്പം അതുപോലൊരു പ്രാർത്ഥനയാണ് അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചത്. ഗതി കെട്ടപ്പോൾ ജീവിക്കാൻ ഇനി മുന്നോട്ട് സർവൈവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്ന് അപ്പോഴാണ് അവർ പ്രാർത്ഥിച്ചത്, ഞങ്ങൾക്കെതിരെ ഭീഷണി ഉണ്ടാകുന്നു, ഞങ്ങൾക്ക് നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുന്നു, അതുകൊണ്ട് പിതാവേ അങ്ങേപ്പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കാൻ അങ്ങയുടെ കരങ്ങൾ നീട്ടണമേ. ഇപ്പം ചില സമയത്ത് അടയാളങ്ങൾ സംഭവിക്കാതെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. ചില സമയത്ത് നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ പറയണത്, ഇനി ഞങ്ങൾക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ അടയാളങ്ങൾ സംഭവിക്കണം, ഇനി ഞങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം. അതുകൊണ്ട് ദൈവപിതാവേ, ചങ്ങടലിൻ്റെ മീതെ നീട്ടിയ നിൻ്റെ കരങ്ങൾ, ജോർദാൻ്റെ മീതെ നീട്ടിയ നിൻ്റെ കരങ്ങൾ ഇപ്പോഴ് നീ നീട്ടണമേ. പക്ഷേ സഭയ്ക്ക് വേറൊരു ഉറപ്പുണ്ട്. ചങ്ങടലിൻ്റെ മീതെ നീ കയറി നീട്ടിയപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ അന്ന് മോസസേ ഉണ്ടായുള്ളൂ. ജോർദാൻ്റെ കരയിൽ നീ കരം നീട്ടിയപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ അന്ന് ജോഷുവയെ ഉണ്ടായുള്ളൂ. ഇന്ന് അതല്ല അവസ്ഥ. പാപത്തിന് പരിഹാരം ചെയ്ത് നിൻ്റെ പുത്രനായ യേശുക്രിസ്തുവാണ് ഞങ്ങളുടെ മധ്യസ്ഥൻ. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അടയാളങ്ങൾ കാണിക്കണമേ. എന്ത് ശക്തമായ പ്രാർത്ഥനയാണ്. ശ്രുതികട ഹല്ലേലൂയ. നടപടി 19-18 പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നടപടി എന്നുള്ളത് ഉൾഗാത്തായുടെ വേർഷൻ, മലയാള വേർഷനിൽ നിന്നാണ് നടപടി എന്ന് നമ്മൾ എടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് നമ്മുടെ ബൈബിളിൽ നോക്കിയാൽ ഇത് നടപടി കാണാൻ പറ്റത്തില്ല. അതിന് പകരം അപ്പോസ്തല പ്രവർത്തനം എന്നാണ് കിടക്കുന്നത്. അപ്പം അത് ഓർത്താൽ മതി. ഇപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് നടപടി എന്നുള്ളതാണ്. നടപടി 19-18 പ്രാർത്ഥിക്കുന്നു. വിശ്വാസം സ്വീകരിച്ചവർ വന്ന് തങ്ങളുടെ ദുർനടപടികൾ ഏറ്റുപറഞ്ഞ് കുറ്റം സമ്മതിച്ചു. ശുദ്ധപ്രയോഗം നടത്തിയിരുന്ന അനേകം ആളുകൾ തങ്ങളുടെ ഗ്രന്ഥച്ചുവകൾ കൊണ്ടുവന്ന് എല്ലാവരെയും കാണുകയെ അഗ്നിക്കിരയാക്കി. കർത്താവേ, ഉടമ്പടി എടുത്ത് ഞങ്ങളും ഈ നൊവേനയെ കൂടുന്നവരും ദൈവശക്തിയുടെ ശക്തി അവരുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുവാൻ ആഭിചാര പ്രവർത്തനങ്ങൾ ഉൾപ്പെട്ടുള്ള എല്ലാ ദുർബന്ധ നടപടികളും വെറുത്തുപേക്ഷിക്കുവാൻ അവരെല്ലാം അടയാളങ്ങളാൽ നിറയപ്പെടാൻ ഇടയാക്കണമേ. ഉടമ്പടി നൊവേന വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ നടപടി 4:30 അനുസരിച്ചുകൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. നടപടി 17:6 പ്രാർത്ഥിക്കുന്നു. ലോകത്തെ തലകീഴായി മറിച്ചിരിക്കുന്ന ഈ മനുഷ്യരിത ഇവിടെയും എത്തിയിരിക്കുന്നു എന്ന് അപ്പോസ്തല പ്രവർത്തനങ്ങളെ അധികരിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ വിഷമിപ്പിക്കുകയും ക്ഷയിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാ സാഹചര്യങ്ങളിലും, പ്രതികൂല സാഹചര്യങ്ങളിലും ഞങ്ങൾ ചെയ്ത ഉടമ്പടിയുടെ ശക്തിയാൽ ഞങ്ങളുടെ ജീവിതം തന്നെ പ്രതികൂലങ്ങൾ തലകീഴായി മറിയുവാൻ ഇടയാക്കണമെന്ന് ഉടമ്പടി നൊവേന വഴി പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ നടപടി 4:30 അനുസരിച്ചുകൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. നടപടി 20:2 പ്രാർത്ഥിക്കുന്നു. ഭൂപ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്ത് ആളുകളെ ഉപദേശങ്ങൾ വഴി ധൈര്യപ്പെടുത്തിയതുപോലെ കർത്താവേ, ധ്യാനകേന്ദ്രങ്ങളെയും കൗൺസിലേഴ്സിനെയും അവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും അങ്ങയുടെ അപ്പോസ്തലികമായ ശക്തിയാൽ ധൈര്യപ്പെടുത്തി ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. അവരിൽ പങ്കെടുക്കുന്ന അവിടെ പങ്കെടുക്കുന്ന എല്ലാ ജനങ്ങളെയും വിശ്വാസത്തെ ധൈര്യപ്പെടുത്തണമേ. ഉടമ്പടി നൊവേന വഴി
ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ നടപടി 4:30 അനുസരിച്ചുകൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. നടപടി 21:5 പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ താമസം കഴിഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ എല്ലാവരും നഗരത്തിന് വെളിയിൽ വരെ അവരെ അനുയാത്ര ചെയ്തു. സമുദ്രതീരത്ത് മുട്ടുകുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും വിടവാങ്ങുകയും ചെയ്തു. കർത്താവേ, ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിൽ നിന്ന് യാത്ര പറഞ്ഞു പോയിരിക്കുന്നവരെ, വിദേശ രാജ്യങ്ങളിൽ ജോലി ഇല്ലാതിരിക്കുന്നവരും ചെയ്യണ ജോലിക്ക് ശമ്പളം ഇല്ലാതെയും മറ്റു സാങ്കേതികമായ വിഷമതകളും രോഗങ്ങളിലും പെട്ടിരിക്കുന്നവരെ എല്ലാം ദൈവം ഏറ്റെടുത്തുകൊണ്ട് അവർ പോയ ലക്ഷ്യങ്ങൾ സാധിച്ചുകൊണ്ട് തിരികെ വരാൻ ഈ നവേന പ്രാർത്ഥന വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ നടപടി 4:30 അനുസരിച്ചുകൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. വാഗ്ദാന പേടകമേ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, യേശുവേ നന്ദി. വാഗ്ദാന പേടകമേ, സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദമയമാതാവേ, വാഗ്ദാന പേടകമേ, സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദപരമാതാവേ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നതും ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നതും ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. നീ കാണുകയും കേൾക്കുകയും ചെയ്തതിനെക്കുറിച്ച് എല്ലാ മനുഷ്യരും മുമ്പാകെ നീ ഈശോയ്ക്ക് സാക്ഷിയായിരിക്കണം. കർത്താവേ, ഉടമ്പടിയിലൂടെ ഞങ്ങൾക്ക് അങ്ങ് നൽകിയിട്ടുള്ള എല്ലാ അടയാളങ്ങൾക്കും എന്നും ഞങ്ങളുടെ സാക്ഷിയായി ജീവിക്കുവാൻ ഈ ഉടമ്പടി നൊവേനയിലൂടെ പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ നടപടി 4:30 അനുസരിച്ചുകൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. നടപടി 22-25 പ്രാർത്ഥിക്കുന്നു. അവർ പൗലോസിനെ തൊൽവാർ കൊണ്ട് ബന്ധിച്ചപ്പോൾ അടുത്ത് നിന്ന് ശതാധിപനോട് അവൻ ചോദിച്ചു, റോമൻ പൗരനായ ഒരുവനെ വിചാരണ ചെയ്ത കുറ്റം വിധിക്കാതെ ചമ്മട്ടി കൊണ്ടടിക്കുന്നത് നിയമാനുസൃതമാണോ? കർത്താവേ, പല കള്ളക്കേസുകളിലും അന്യായ വിചാരണയിലും പ്രഹരങ്ങളിലും കോടതിയിലും പോലീസിലും ജയിലിലുമൊക്കെ അന്യായമായ പീഡനം അനുഭവിക്കുന്ന മക്കളെ ഈ നവേന ഉടമ്പടിയിലൂടെ
അങ്ങ് ഏറ്റെടുത്തവരെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ നടപടി 4:30 അനുസരിച്ചുകൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. നടപടി 27-29 പ്രാർത്ഥിക്കുന്നു. കപ്പൽ പാറയിൽ ചെന്ന് ഇടിച്ചാലോ എന്ന് ഭയന്ന് അവർ അമരത്തു നിന്ന് 4 നങ്കൂരം ഇറക്കിയിട്ട് പ്രഭാതമാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവേ, ഞങ്ങളും ഞങ്ങളുടെ ഇരുട്ടുകൾ മാറി പ്രഭാതമാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവേ, ഇന്ന് വേനിലൂടെ ഞങ്ങളുടെ ജീവിത നവക പല വിഷയങ്ങളിൽ തട്ടി, പല വ്യക്തികളിലും തട്ടി കർത്താവെ തകരുന്ന ഒരവസ്ഥയിൽ പൗലോസ്ലീഹ പോലെ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും ദൈവസ്നേഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും നങ്കൂരങ്ങൾ ഇറക്കി പ്രാർത്ഥിച്ച് നിവേന നടത്തുന്ന നിമിഷങ്ങളിൽ ഞങ്ങളുടെ നിവേന പ്രാർത്ഥന കേട്ടുകൊണ്ട് ഞങ്ങളുടെ ജീവിതം നമുക്ക് വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ നടപടി 4:30 അനുസരിച്ചുകൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. സ്തുതിക്കട്ടെ മക്കളെ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുദപിച്ചാൽ അനുഗ്രഹം പ്രാപിക്കും. ഇന്ന് ഈ ഉടമ്പടി അത്ഭുതകരമായ ഈ പ്രാർത്ഥന ആദ്യം വെളിപ്പെട്ടത് പാപം മാത്രം വെളിപ്പെടുത്തിക്കൊണ്ടാണ്. പിന്നെ ഒരു 4 ജപമാല കഴിഞ്ഞപ്പോഴാണ് അനുഗ്രഹത്തിൻ്റെ ഓരോ വശങ്ങൾ വെളിപ്പെടാൻ തുടങ്ങിയത്. ഈ തമ്മിൽ കൂട്ടിവെച്ച് പിന്നെ ട്രെയിനിൽ വെച്ച് എല്ലിയ ജപമാലയാണ്. വേളാങ്കണ്ണി നിന്നുള്ള തിരിച്ചുയാത്രയിൽ ട്രെയിനിൽ വെച്ച് ജപമാല 17 ജപമാല ചെല്ലുമ്പോഴാണ് ശരിക്കും കോയമ്പത്തൂരെത്തണത്. അത്രയും ജപമാല ചൊല്ലിയപ്പോഴാണ് അപ്പം ഞങ്ങൾക്ക് മൊത്തം 72 ജപമാലയായി. ആ 72ാമത്തെ ജപമാലയിലാണ് ഈ അനുദപിച്ചാൽ അനുഗ്രഹം പ്രാപിക്കും എന്ന് പറഞ്ഞ് അനുതാപവും അനുഗ്രഹവും തമ്മിലുള്ള ബൈബിളിലെ പുരാതന കാലം മുതലുള്ള ദൈവികമായ വചനം വാഗ്ദാനം പ്രാപിക്കുന്ന ഒരു ഇക്വേഷനുണ്ടത്. അനുദപിച്ചാൽ നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി യേശുക്രിസ്തു നാമത്തിൽ സ്നാനമേൽക്കുവിൻ. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം ഇതാണ്. അതായത് ഷുഗർ രോഗം നമുക്ക് സൗഖ്യപ്പെടുകയും ചെയ്യണം, ലഡു കഴിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് എൻ്റെ അടുത്ത്. ഈ നൊവേന പ്രാർത്ഥനയ്ക്കൊന്നും സുവിശേഷ പ്രഭാഷണമുണ്ട്, പക്ഷേ ഞാനത് എല്ലാ ഘട്ടങ്ങളിലുമായിട്ട് എടുക്കുകയാണ്. ഈ നൊവേനയിൽ പ്രത്യേകിച്ച് സുവിശേഷ വചനങ്ങളുടെ വായനയുടെ സമയമുണ്ട്, അതുപോലെ തന്നെ പ്രഭാഷണ സമയമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ 3 മിനിറ്റും പ്രഭാഷണമായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾക്ക്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പാപവും പുണ്യവും ഒരുമിച്ച് ഒരിക്കലും സന്ധിച്ച് നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ നോയമ്പ് കാലത്ത് ദൈവത്തോട് മനസ്സാക്ഷി ഉണ്ടെങ്കിൽ നിങ്ങൾ പാപങ്ങളെക്കുറിച്ച് അനുദപിച്ചത് അത് ഏറ്റുപറഞ്ഞ് വെറുത്തുപേക്ഷിക്കണം. ഏറ്റുപറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഏറ്റുപറയാൻ ആർക്കും പറ്റും. വെറുത്തുപേക്ഷിക്കുകയാണ് പരിശുദ്ധാത്മാവ് ലഭിക്കാനുള്ള ഏറ്റവും വലിയ സുവിശേഷവിഹിതമായ സഭാത്മകമായ നടപടിക്രമം. അതുകൊണ്ടാണ് ഞാൻ സ്ഥാനപ്പെടുത്താൻ നേരത്തെ വൈദികൻ ചോദിക്കുന്നത്, നിങ്ങൾ പിശാചിനെ ഉപേക്ഷിക്കുന്നുവോ? അപ്പോൾ പൈശാചികമായ സാഹചര്യങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നതെന്ന് ചോദിക്കുന്നത്. നമ്മൾ ഉപേക്ഷിക്കുന്നുവെന്ന് പറഞ്ഞതിന് ശേഷമാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകി നിത്യജീവനിലേക്ക് നമ്മൾ നയിക്കുന്നത്.
കാര്യം ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് ബേസിക്കായിട്ട് പാപക്ഷമയാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് പാപത്തിൽ നമുക്ക് വിടുതൽ നൽകാനും വിശുദ്ധി നൽകാനും നിത്യജീവൻ നൽകാനും. അപ്പം അതുകൊണ്ട് ആ ഒരു ബോധം എപ്പോഴും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഈ പാപങ്ങൾക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കർത്താവേ രക്ഷപ്പെടാൻ ഇടയാക്കണമേ, ഈ നോൻപ് കാലത്ത് എനിക്ക് അനുതാപത്തോടെ ജീവിച്ച് വിശുദ്ധിയോടെ തുടരാനുള്ള കൃപ നൽകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ ഈ അനുതാപ പ്രാർത്ഥനയിൽ പ്രവേശിക്കുന്നത്. നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത് എന്ന ഉടമ്പടി പ്രകാരം അങ്ങേക്ക് നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കാതെ ഈ പ്രമാണത്തെ അവഗണിച്ച് പോയിട്ടുണ്ടെങ്കിൽ കർത്താവേ, അവിശ്വസ്തത പുലർത്തിയിട്ടുണ്ടെങ്കിൽ മാപ്പ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത് എന്ന് ഉടമ്പടി വാഗ്ദാന പ്രകാരം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നിർദ്ദേശത്തെ അവഗണിച്ചുകൊണ്ട് അങ്ങയുടെ നാമത്തെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്ന കൽപ്പന പാലിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ കർത്താവേ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുവാൻ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്ന് ഞങ്ങൾക്ക് ഉടമ്പടി നൽകിയ ദൈവമേ, മുതിർന്നവരെയും ഗുരുക്കന്മാരെയും സഭാശ്രേഷ്ഠന്മാരെയും മാതാപിതാക്കന്മാരെയും അപമാനിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അനുസരണയില്ലാത്തവരൊക്കെ മനസ്സിന് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കർത്താവെ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. കൊല്ലരുത് എന്ന കൽപ്പന വഴി മനുഷ്യജീവൻ്റെ മൂല്യത്തെയും സഹോദരൻ ഞങ്ങൾക്കുണ്ടാകേണ്ട കരുതലിലേക്കെതിരായി വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റു മനുഷ്യരുടെ തേജോവധം ചെയ്യുകയും അല്ലാതെ വിക്ഷേപിക്കുകയും ചെയ്ത സാഹചര്യത്തെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. വ്യഭിചാരം ചെയ്യരുത് എന്ന 6-ാം കൽപ്പനയിലൂടെ ഞങ്ങൾക്ക് നൽകിയ ഉടമ്പടി വചനത്തിനെതിരായി ജഡികമായ ആസക്തികൾക്ക് വേണ്ടി സഭയുടെ കൽപ്പനയും ദൈവീക കൽപ്പനയും തെറ്റിച്ചു പോയിട്ടുണ്ടെങ്കിൽ കർത്താവേ ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. മോഷ്ടിക്കരുതെന്ന 7-ാം പ്രമാണത്തിനെതിരായി അന്യൻ്റെ വസ്തുക്കളും അന്യൻ്റേതായ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും അനുവാദമില്ലാതെ ഞങ്ങളുടെ കയ്യിൽ ഉപയോഗിക്കപ്പെടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ കർത്താവേ മാപ്പ് നൽകണമേ. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. കള്ളസാക്ഷ്യം നൽകരുതെന്ന ഉടമ്പടി വചനത്തിലൂടെ എൻ്റെ അധരങ്ങളിൽ സത്യവിരുദ്ധമായ വാക്കുകളും പ്രവൃത്തിയിലും സത്യവിരുദ്ധ വന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവേ മാപ്പ് നൽകണമേ. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. അന്യ ജീവിത പങ്കാളിയെ മോഹിക്കരുത് എന്ന കൽപ്പനയിലൂടെ ദാമ്പത്യത്തെ അവിശ്വസ്തത കാണിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവേ മാപ്പ് നൽകണമേ. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. അന്യന്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത് എന്ന കൽപ്പനയ്ക്ക് വിരുദ്ധമായി പാകുടമ്പടിക്ക് തടസ്സം നിൽക്കുക, മറ്റുള്ളവരുടെ ഓഹരി വിട്ടുകൊടുക്കാതിരിക്കുക, ലോൺ റീപേയ്മെൻറ്റിന് വഴിയുണ്ടെങ്കിലും ചെയ്യാതിരിക്കുക, വായ്പ വാങ്ങിച്ചിട്ട് തിരികെ കൊടുക്കാതിരിക്കുക, മനഃപൂർവ്വം വഞ്ചിച്ച് അതിൻ്റെ വസ്തുക്കൾ കൈവശമാക്കുക, അങ്ങയുടെ എല്ലാ പാപങ്ങളെയും ഓർത്ത് വ്യർത്ഥോപേക്ഷിച്ച് കർത്താവേ അങ്ങയോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, സ്തോത്രം, യേശുവേ ആരാധന, മഹത്വം, 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 ആരാധന, ആരാധന, ആരാധന. ഇവിടെ രോഗശാന്തി പ്രാർത്ഥനയ്ക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. രോഗശാന്തി പ്രാർത്ഥന പൂർണ്ണമായിട്ടും ഇപ്പോഴത്തെ ദൈവിക ഇടപെടൽ സുനിശ്ചിതമാക്കുന്ന ഒരു വിശ്വാസ പ്രഖ്യാപന പ്രാർത്ഥനയാണ്. ഇന്ന് വരെ രോഗസൗഖ്യം പ്രാപിച്ച എല്ലാ ആൾക്കാരും കറകളഞ്ഞ വിശ്വാസത്തിൽ അത് ഏറ്റു പറഞ്ഞതാണ്. എപ്പോഴും നമ്മൾ പ്രാപിക്കുകയാണ് ചെയ്യണം. ക്രിസ്തീയ ദൈവശാസ്ത്രം അനുസരിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തെ പ്രാപിക്കുകയാണ് ചെയ്യണത്. രക്ഷയായാലും പ്രാപിക്കണം, സൗഖ്യമായാലും നമ്മൾ സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസമുണ്ടെന്ന് കാണുകയാൽ എന്നാണ് ഈശോ പറഞ്ഞത്, അല്ലേ?
അപ്പം അതുപോലെ ഇതെല്ലാം സൗഖ്യമായാലും നമ്മൾ പ്രാപിക്കുക. ഇപ്പം പ്രാപിക്കുന്നെങ്കിൽ ദൈവത്തിൽ നിന്നും നമ്മളിലേക്ക് വരണം. ഇങ്ങനെ വരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഒരു കാര്യം ചെയ്യണത്. ഇപ്പം സൗഖ്യമായാലും രക്ഷയായാലും നമ്മൾ പ്രാപിക്കുന്നതിന് ബൈബിളിൽ ഒരു പ്രിൻസിപ്പിളേ ഉള്ളൂ. ഒന്ന്, യേശു കർത്താവാണെന്ന് ഏറ്റു പറയണം. ആ ചുമ്മാ ഇങ്ങനെ ചുണ്ട് താഴെ ഒന്നും പറഞ്ഞൊരു കാര്യമില്ല. ബൈബിൾ വളരെ സീരിയസാണ്. നിങ്ങൾക്ക് ഇങ്ങനെ പതുങ്ങിക്കൂടി അനുഗ്രഹം അടിച്ചു മാറ്റി മറ്റവരുടെ മുമ്പിൽ ഞാൻ ഭക്തിയില്ല, എനിക്ക് ഭക്തിയില്ല, ഭക്തിയുടെ കൂടെ ഞാനില്ല, ഞാൻ വലിയ തലക്കനമുള്ള ബുദ്ധിജീവിയാണ് എന്നും പറഞ്ഞിട്ട് അങ്ങനെ അടിച്ചു മാറ്റാനൊന്നും പറ്റത്തില്ല. ഇപ്പം തന്നെ ഈ ക്ഷുദ്രപ്രയോഗം ചെയ്തവൻ എന്താ ചെയ്തിരിക്കുന്നത്? ആ ഗ്രന്ഥത്തിലുള്ള കൊണ്ടുവന്നിട്ട് രഹസ്യമായി വീടിൻ്റെ അകത്തിട്ട് കത്തിക്കുകയല്ലേ ചെയ്തത്. അവൻ മനുഷ്യരുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് കത്തിച്ചു. ആദിമസഭ ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. പാപങ്ങളെല്ലാം പരസ്യമായിട്ട് തന്നെയാണ് ഏറ്റു പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ സഭ ഇടപെട്ടാണ് സഭയുടെ ശുശ്രൂഷ ഭാഗമായിട്ട് അത് മറ്റു മനുഷ്യരുടെ ഒരു സ്വാതന്ത്ര്യവും മനസാക്ഷിയുമൊക്കെ അവൻ്റെ ഒരു മാന്യതയൊക്കെ കീപ്പ് ചെയ്തിട്ടാണ് സഭ അത് ഇന്ന് രഹസ്യ കുമ്പസാരം കേൾക്കുന്നത്. പണ്ടങ്ങനെ അല്ലായിരുന്നു. കാര്യം ഞാനും നീയും പാപം ചെയ്ത ദൈവത്തോടും സഭയോടുമാണ് ചെയ്യണത്. അത് പരസ്യമായിട്ട് പറയണം. എന്തിനാണ് പറയണത്? എന്തിനങ്ങനെ പരസ്യമായി പറയണത്? നീ വീണ്ടും ചെയ്യണില്ല എന്ന് അറിയണത് ആരാണ്? ദൈവം അത് അറിഞ്ഞാൽ മതിയാ. നീ വീണ്ടും ആ പാപം ആവർത്തിക്കണില്ലെന്ന് ആരുടെ മുമ്പിലാണ് നീ ഏറ്റു പറഞ്ഞത് അവരറിയണം. അതാണ് പരസ്യത്തിൻ്റെ ഗുണമെന്ന് പറയണത്. വിശ്വാസമായാലും പാപം ഉപേക്ഷിക്കണായാലും രണ്ടും പരസ്യമായ പ്രഖ്യാപനങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ നീ രോഗസൗഖ്യത്തിന് നിങ്ങൾ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കണില്ല, ഇപ്പോൾ മക്കളില്ലാത്തവളാണ് നീ എന്ന് വിചാരിച്ചോ. ഇപ്പം ഞാൻ നിന്നോട് പറയണു അടിവയറ്റ് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറയണം. അപ്പോൾ നിൻ്റെ അടുത്ത ആളുണ്ടെന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും? നീ തിരിഞ്ഞു നിന്ന് വെച്ചാൽ അടിവയറ്റ് കൈവച്ചുകൊണ്ടിരിക്കും. അപ്പോൾ തന്നെ പോയി പരിപാടി. നീ പ്രാർത്ഥിക്കുകയാണെന്നുള്ള കാര്യം ദൈവത്തിനെ പ്രഖ്യാപിക്കണ്ടേ? മറ്റു മനുഷ്യർ അറിയാതിരിക്കാൻ വേണ്ടി നീ സൂത്രത്തിൽ അനുഗ്രഹം അടിച്ചു മാറ്റാൻ നോക്കിക്കഴിഞ്ഞാൽ ദൈവം നിന്നെ എണ്ണി വെക്കും. ഉടനെ തീർന്നെൻ്റെ കാര്യം. അപ്പം ഇങ്ങനെയുള്ള പൊട്ടം കളിക്കൊന്നും നിൽക്കരുത്. അത് നിങ്ങൾ വല്ല വീട്ടിൽ നിങ്ങളുടെ ഈ തരക്കാരുടെ കൂടെ അങ്ങനെ ചെയ്താൽ മതി. ദൈവതിരുസന്നിധിയിലാകുമ്പോൾ നേരെ ചൊവ്വേ കർത്താവേ എനിക്ക് മക്കളില്ല, അത് നീ എനിക്ക് മക്കളെ തരുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഈ മനുഷ്യന്മാരുടെ മുമ്പിൽ അത് ഏറ്റു പറയണത്. അങ്ങനെയാണ് അനുഗ്രഹം ദൈവത്തിന് കൈപ്പറ്റണത്. അല്ല ചൊളിവിൽ എങ്ങനെ ഒപ്പിക്കാമെന്നൊന്നും ആരും ധരിക്കരുത്. വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള നട്ടെല്ലുണ്ടായില്ലെങ്കിൽ ഈ സഭയിൽ നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്തെല്ലാം വിഷങ്ങൾ ലോകത്തുണ്ട്, പോകാൻ പറ്റില്ല. നിങ്ങൾ സഭയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തു വിശുദ്ധമായ രക്തത്തിന് സാക്ഷിയാകാനുള്ള കൃപ കർത്താവിനോട് ചോദിച്ചു വാങ്ങിക്കണം. പരിശുദ്ധ അമ്മയോടായാലും ശരി. അപ്പം അതുകൊണ്ട് വിശ്വാസം പരസ്യമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് രോഗസൗഖ്യം മേടിക്കേണ്ടത്. പ്രിയപ്പെട്ടവർ, നമ്മുടെ ഭാരങ്ങൾ അവൻ ചുമന്നത്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു എന്ന് ഈശോ എന്ന സഹനദാസനെക്കുറിച്ച് യേശയ്ക്ക് നൽകിയ വെളിപാട് പോലെ കർത്താവ് നമ്മോട് ചെയ്ത വാഗ്ദാന പ്രകാരമാണ്, അഥവാ ഉടമ്പടി പ്രകാരമാണ് അവൻ നമ്മുടെ പാപങ്ങൾ ഇപ്പോൾ ഏറ്റെടുക്കുകയും രോഗങ്ങളെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നത്. മനുഷ്യൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും യേശുനാമശക്തിയാൽ സൗഖ്യപ്പെട്ട് ദൈവനാമം മഹത്വപ്പെടാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. ഹൃദയരോഗമുള്ളവരെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. ദയവായി ഹൃദയരോഗമുള്ളയിടത്ത് കൈവച്ച് പ്രാർത്ഥിക്കണം. മനസ്സിൽ ഈ പ്രാർത്ഥന തീരണവരെ ആരെല്ലാം എന്തിനെല്ലാം പ്രാർത്ഥിക്കുന്നു അവരെല്ലാം വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം. വിശ്വാസപ്രമാണം അറിയാൻ പാടില്ലെങ്കിൽ യേശുവേ രക്ഷക എന്നെ സൗഖ്യപ്പെടുത്തണമേ, അത്രേ ഉള്ളൂ. വിശ്വാസപ്രമാണം അറിയാൻ പാടില്ലാത്ത വ്യക്തിയാണെങ്കിൽ സിമ്പിളായിട്ട് പ്രാർത്ഥിക്കാവുന്ന ഇതാണ്. കാര്യം എന്താണ്? വിശ്വാസപ്രമാണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന രക്ഷയല്ലേ. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ കയറി അഡ്വാൻസായിട്ട് യേശുവേ രക്ഷക എന്നെ സൗഖ്യപ്പെടുത്തണമേ എന്ന് പറഞ്ഞേ. യേശുവേ രക്ഷക എന്നെ സൗഖ്യപ്പെടുത്തണമേ. ഹൃദയരോഗമുള്ളവർക്ക് സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവെ, ഹൃദയത്തിൻ്റെ വാൽവുകൾ ചുരുങ്ങിപ്പോയവർ, വാൽവിന് ബ്ലോക്കുള്ളവർ, വാൽവ് ശോഷിച്ചവർ, വ്യത്യസ്തങ്ങളായ ഹൃദയരോഗമുള്ളവർ സുഖപ്പെടുത്തിക്കൊണ്ട് ദൈവപിതാവേ യേശുനാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു.
കരൾ രോഗമുള്ളൊരു സൗഖ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കരൾ രോഗമുള്ളവരെ, കരൾ വികസിക്കുന്നവരെ, മഹോദര രോഗമുള്ളവരെ അവിടെ സൗഖ്യപ്പെടുത്തിക്കൊണ്ട് ഈ നിമിഷം അങ്ങ് നാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ശ്വാസകോശ രോഗികളുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. ശ്വാസകോശങ്ങൾ കൈവച്ചേക്കാം. കർത്താവേ, ശ്വാസകോശങ്ങളെ സുഖപ്പെടുത്തണമേ. ന്യൂമോണിയ, ആസ്മ, ടൈഫോയിഡ്, കോവിഡ് മൂലമുള്ള ശ്വാസ തടസ്സങ്ങളിൽ നിന്ന് അങ്ങനെ വിശുദ്ധ രക്തത്താൽ അവിടെ ശ്വാസകോശങ്ങളെ കഴുകിക്കൊണ്ട് ഈശോ നിന്റെ നാമത്തെ അവരെ സുഖപ്പെടുത്തിക്കൊണ്ട് ഈശോ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. പ്രിയമുള്ളവരെ, ശിരസ് ഇപ്പോഴും നമ്മൾ ഹൃദയരോഗങ്ങൾ, കരൾ രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ അവിടെ എല്ലാം കൈകൾ വെച്ചുകൊണ്ട് നിങ്ങൾ സ്തുതിക്കട്ടെ. അച്ഛൻ രോഗസൗഖ്യത്തിനെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അങ്ങയുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഞാൻ 35 വർഷം അർപ്പിച്ച് അങ്ങയുടെ കൃപാനയെ ഇപ്പോൾ അങ്ങനെ സ്മരിക്കണം. കർത്താവേ, ഇതിൻ്റെ വേദന എന്താണെന്ന് ഏറെക്കുറെ എനിക്കറിയാം. ഹൃദയരോഗമായാലും കടലിൻ്റെ രോഗമായാലും കർത്താവേ, അങ്ങയ്ക്കിത് പൂർണ്ണമായി അറിയാമല്ലോ. കർത്താവേ, കുടുംബത്തിലെ നാഥന്മാർ, കുഞ്ഞുങ്ങൾക്ക് വേലയെടുത്ത് കൊടുക്കേണ്ടവരൊക്കെ രോഗിയായാൽ എന്ത് ചെയ്യും കർത്താവേ? എങ്ങനെ കുഞ്ഞുങ്ങളെ പോറ്റിക്കൊണ്ടുവരും കർത്താവേ? അപ്പം മാതാപിതാക്കന്മാരിയ്ക്കുമ്പോൾ തന്നെ കർത്താവേ, മക്കൾ തെണ്ടിത്തിരിയുന്നത് എന്ത് കഷ്ടമാണ് ദൈവമേ. ഈശോ, അതെല്ലാം ഓർത്തുകൊണ്ട് കർത്താവേ, ഒരേ ഒരു വരുമാനമുള്ളവരും ഹൃദയരോഗം കൊണ്ടും കരൾ രോഗം കൊണ്ടും ശ്വാസതടസ്സം കൊണ്ടും ജോലി ചെയ്യാൻ പെടലാതിരിക്കുന്നവരും അതിൻ്റെ പേരിൽ വലിയ വലിയ അപമാനങ്ങൾ അനുഭവിക്കുന്നുണ്ട് കർത്താവേ. ഈശോ, അവരെല്ലാം സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, നീ 2 പ്രാർത്ഥിച്ചു പോയ കർത്താവേ, അത് കണക്കാക്കണമേ കർത്താവേ. നിന്റെ വിശുദ്ധ രക്തം ഇപ്പോൾ ശ്വാസകോശനും കരളിനെയും കഴുകണമേ കർത്താവ്. നിന്റെ വിശുദ്ധ രക്തം കർത്താവേ ശ്വാസകോശം കഴുകണമേ, ഹൃദയത്തെ കഴുകണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കരരോഗങ്ങളും ശ്വാസകോശ രോഗങ്ങളും ഹൃദയ രോഗങ്ങളും ഇപ്പോഴേ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ സൗഖ്യമാകട്ടെ. ശിരസംബന്ധമായ രോഗങ്ങൾ സുഖപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ശിരസംബന്ധമായ എല്ലാ രോഗങ്ങളെയും ശിരസിലങ്ങ് വിശുദ്ധമാരധികരം വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തലച്ചോറിന് കേടുള്ളവരെ, തലച്ചോറിൻ്റെ സൂക്ഷ്മ ഞരമ്പുകൾ ബ്ലോക്കായി പോയവർ, ന്യൂറോ രോഗികൾ, തലച്ചോറിൻ്റെ ഞരമ്പുകൾ ദ്രവിക്കുന്നവർ, തല വലുതാകുന്ന കുഞ്ഞുങ്ങൾ, തല ഉറക്കാത്ത കുഞ്ഞുങ്ങൾ, അപസ്മാര രോഗികൾ, ഓട്ടിസം രോഗികൾ, തലച്ചോറ് സംബന്ധമായ ഞരമ്പ് സംബന്ധമായ മുഴുവൻ രോഗികളെയും കർത്താവെ ഇപ്പോഴ് അങ്ങ് സ്പർശിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. കർത്താവെ, നിന്റെ വിശുദ്ധമായ രക്തം കർത്താവെ തലച്ചോറിലെ രോഗികളെയും ഓട്ടിസം രോഗികളും അപസ്മാര രോഗികളും കർത്താവെ ഇപ്പോഴങ്ങ് സ്പർശിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ അടയാളം ദൈവശക്തിയാൽ നിങ്ങൾ സൗഖ്യമാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. പാൻക്രിയാസ് രോഗികളെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. നെഞ്ചിൻ്റെ പൂട്ടിനെ കൈവെക്കുക. ഉദരരോഗികളുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. ഉദരത്തിലെ കൈവെക്കുക. PCOD രോഗികളുടെ സൗഖ്യത്തിനായി പിശുദ്ധ രോഗികളുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. അടിവയറ്റിൽ കൈവെക്കുക. കർത്താവേ, ഉദരരോഗികളെ അങ്ങ് സ്പർശിക്കണമേ. വിശപ്പില്ലാത്തവരെ, ദഹനക്കുറവുള്ളവർ, ആൾസർ രോഗികൾ, അലസസ് രോഗികൾ, കുടലിൽ പുണ്ണുള്ളവർ, ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, മറ്റ് ഉദര രോഗങ്ങളെല്ലാവരെയും കർത്താവ് ഇപ്പോൾ സ്പർശിക്കണമേ. കർത്താവ് അങ്ങയുടെ വിശുദ്ധമായ കരത്താൽ സ്പർശിച്ചുകൊണ്ട് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. കർത്താവെ, പാൻക്രിയാസ് രോഗികളെയും പ്രമേഹ രോഗികളെയും ഷുഗർ രോഗികളെ അങ്ങ് സ്പർശിക്കണമേ. കർത്താവെ, മാസപ്പതിവില്ലാത്തവർ, മാസപ്പതിവ് ക്രമം തെറ്റി വരുന്നവരെ, കർത്താവ് മാസപ്പതിവ് ദിവസങ്ങളോളം രക്തസ്രാവം നിലക്കാതെ നിൽക്കുന്നവർ,
കർത്താവ് മൂത്രാശയത്തിൽ കല്ലുള്ളവർ, കിഡ്നി രോഗികൾ, പിസ്തുല രോഗികൾ, സിസ്റ്റുള്ള രോഗികൾ, മുഴകളുള്ള രോഗികൾ, കർത്താവ് വ്യത്യസ്തങ്ങളെ ശരീരത്തിൽ വ്യത്യസ്തങ്ങളായ രോഗം, കർത്താവ് ഒരു രോഗം പൊഴിഞ്ഞാൽ പോലും കർത്താവ് എന്തോ ഒരു വേദനയാണ് മനുഷ്യനെ അനുഭവിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ വീട്ടമ്മമാർ അവിടെ കൈ പൊങ്ങിയില്ലെങ്കിൽ കുടുംബത്തിൽ കഞ്ഞി വെക്കാൻ പറ്റാത്ത അനേകം കുടുംബങ്ങളുണ്ട് കർത്താവ്. അവരെല്ലാം വീണു പോയാൽ ആ കുടുംബം അപ്പടി വീണു പോകും കർത്താവ്. വീട്ടിലുള്ളവർ പുറത്തു പോയി കഴിച്ചാൽ അവർ മാത്രം പട്ടിണി കിടക്കേണ്ട അവസ്ഥ ഉണ്ട് കർത്താവ്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വേദന അനുഭവിക്കുന്നവർ ഈശോയുടെ അമ്മയെ, പരിശുദ്ധമ്മയെ, ദേവമാതാവെ എലിസബത്തിനെ സന്ദർശിക്കാൻ പോയതുപോലെ ഈ ഭവനങ്ങളിലെല്ലാം ഇനി പക്ഷേ സന്ദർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൻ്റെ ശക്തിയാൽ ഈ മക്കൾ സൗഖ്യമാകട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാ വാതരോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. വാദമുള്ള സ്ഥലങ്ങളെല്ലാം കൈവെക്കണേ. മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസത്തിൻ്റെ തലേ ദിവസമാണ് നമ്മൾ ഈ പ്രാർത്ഥന നടത്തുന്നത്. നിങ്ങൾ സൗഖ്യപ്പെട്ട് കഴിയുമ്പോൾ ഇവിടെ വരെ കൃപാസനം തുറക്കുമ്പോൾ ഇങ്ങനെ പറയണം നിങ്ങൾ, അമ്മ മാതാവ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട എൻ്റെ തലേ ദിവസം വൈകുന്നേരത്തെ പ്രാർത്ഥനയിലാണ് അമ്മ എന്നെ സുഖപ്പെടുത്തിയെന്ന് പറയണം. അങ്ങനെ പറയാമെന്ന് പറഞ്ഞു. അമ്മ ഇപ്പം ഈ നിമിഷം മക്കൾക്ക് വേണ്ടി മതക്കറിയാം. അമ്മ പ്രത്യക്ഷപ്പെട്ടത് തന്നെ എല്ലാ ദുരന്തങ്ങൾക്കും സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണമായി നിൻ്റെ സർവ്വരോഗങ്ങളും ഇപ്പോൾ സമർപ്പിക്കേണ്ടതാണ്. കിഡ്നി രോഗികളുടെ നടുവല്ലിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. കിഡ്നി രോഗികൾക്ക് വേണ്ടി പച്ചം പ്രാർത്ഥിക്കാം. കിഡ്നി ചുരുങ്ങുന്നവർ, കിഡ്നിയിൽ പ്രവർത്തിക്കാത്തവർ, കിഡ്നി കല്ലുള്ളവർ, അതിൻ്റെ പേരിൽ വലിയ ഡയറ്റ് ഉള്ളവർ ഒക്കെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അസ്ഥി രോഗികൾ, ഞരമ്പ് ദ്രവിക്കുന്നവർ, അവരെല്ലാം ഇപ്പോഴേ അമ്മയുടെ മധ്യസ്ഥയിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ആശുപത്രി കിടക്കുന്നവർ, അസ്ഥി ദ്രവിച്ചവർ, അസ്ഥി കൂടാത്തവർ, 90 ദിവസമൊക്കെ ആശുപത്രി കിടന്നിട്ട് അസ്ഥി കൂടാത്തവരുണ്ട്. അങ്ങനെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾക്കറിയാവുന്നവർ, അല്ല നിങ്ങളുടെ വീട്ടിലുണ്ടാകണം നിർബന്ധമില്ല. ഞങ്ങളുടെ വീട്ടിലില്ലെന്ന് പറഞ്ഞിരിക്കരുത്. അപ്പം നിങ്ങൾ ആരാണെന്ന് ദൈവത്തിന് പിടികൊടുക്കണ പോലെ ഇരിക്കൂ. പൊട്ടത്തരൊന്നും കാണിച്ചേക്കരുത്. ആരെങ്കിലും അറിയാമെങ്കിൽ, നിങ്ങളുടെ ശത്രുവാണെങ്കിൽ പോലും ഇപ്പോൾ പ്രാർത്ഥിക്കണം. അവരുടെ അസ്ഥി വേർപെട്ട് കിടക്കുകയാണെങ്കിൽ അവർ സൗഖ്യപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് കുഞ്ഞുങ്ങളുണ്ടെന്ന കാര്യം മറക്കരുത്. ഇല്ലെങ്കിലും അവർക്ക് ജീവിക്കണമല്ലോ, അവർക്ക് ജീവിക്കണ്ടേ? ഈ അസ്ഥി ഒടിഞ്ഞിരുന്നാൽ ഇങ്ങനെ കിടപ്പായി പോകത്തില്ലേ? അപ്പോൾ അവർ സൗഖ്യത്തിനായി അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണം. നമ്മൾ മധ്യസ്ഥം വഹിക്കുമ്പോൾ യേശുവിൻ്റെ ജോലിയാണ് ചെയ്യണത്. യേശുവിൻ്റെ മധ്യസ്ഥമാണ് നമുക്കുള്ളത്. ഗർഭാശയ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന അച്ഛൻ. ഗർഭാശയ അടിവയറ്റ് കൈവെക്കേണ്ടതാണ്. കുഞ്ഞുങ്ങളില്ലാത്തവർ, ഗർഭാശയത്തിന് വീക്കമുള്ളവർ, ഗർഭാശയത്തിന് കട്ടി കുറവുള്ളവർ, ഒരു കുഞ്ഞിനെ താങ്ങാനുള്ള കഴിവില്ലാത്തവർ, ഫെലോപ്പിയൻ ഇപ്പോൾ ബ്ലോക്കായി പോയവരൊക്കെ ഉണ്ടല്ലേ, ഒരു ട്യൂബ് മുറിച്ച് കളഞ്ഞവർ, ട്യൂബ് ഗർഭം ധരിച്ചവർ, ധരിക്കാൻ അതിൻ്റെ പ്രവണതയുള്ളവർ, ഗർഭാശയം ചുങ്ങിയിരിക്കുന്നവരുണ്ട്, ജന്മനാ ചെറുതവരുള്ളവരുണ്ട്. അവർ ഒരു കാരണവശാലും ഗർഭിണിയാകളാകാൻ ഭയങ്കര പാടായിരിക്കും. അത് ട്യൂബ് ഉണ്ടെങ്കിൽ പോലും പറ്റത്തില്ല. നമ്മൾ ടെസ്റ്റ് ട്യൂബ് എന്നൊക്കെ പറഞ്ഞാൽ പോലും ഇങ്ങനെ ചുമ്മാ ഒരു കുഞ്ഞ് ഒരു അറ പോലെ ഇരിക്കണം. അതുപോലെ പക്ഷേ എൻ്റെ മനസ്സൊക്കെ എപ്പോഴും വരും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അമ്മ ഒന്നും മധ്യസ്ഥം വഹിച്ചാൽ കർത്താവ് നിൻ്റെ വയറെ തൊട്ടാൽ അത് വികസിച്ച് വരും. കിഡ്നി ഇല്ലെന്ന് പറഞ്ഞിട്ട് പോലും, ഒരു ഗർഭാശയത്തിലെ കുഞ്ഞിന് കിഡ്നി ഇല്ലെന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് മകളെ അടിവെറ്റി കൈവച്ചോളാൻ പറയും. എന്നിട്ട് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ കിഡ്നി വരും. അത് നമ്മുടെ വിശ്വാസം പോലെ ഇരിക്കും അതൊക്കെ. അപ്പം അതുകൊണ്ട് എൻ്റെ മക്കളെ ഒന്നും അസാധ്യമല്ല. ജീവിക്കണം. ഇങ്ങനെ ഒന്നാമത് നീ ക്രിസ്ത്യാനിയായി ജനിച്ചത് ദൈവത്തോട് നന്ദി പറ. കാര്യം ഈ വിശ്വാസത്തിൽ നമുക്ക് ആരൊക്കെ വാടക്കെടുക്കണ്ടല്ലോ. അതിനുവേണ്ടി എന്തുമാത്രം പ്രയാസപ്പെട്ട വില കൊടുത്താണ് ആൾക്കാർ വിശ്വാസം പ്രഖ്യാപിക്കണത്. അപ്പോൾ ആ മേഖലകളെല്ലാം നമ്മൾ സ്തുതിക്കാൻ പോവുകയാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, കിഡ്നി രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ഗർഭാശയ രോഗികൾ, അസ്ഥി രോഗികൾ, ഞരമ്പിന് ദ്രവിപ്പുള്ളവർ, അവരെല്ലാം കർത്താവേ നിന്റെ വിശുദ്ധമായ തിരുമുറുപാടുന്ന വരത്തെ കർത്താൻ ഇപ്പോഴും സ്പർശിക്കണം. ഗർഭാശയ രോഗികളെ കർത്താൻ, കുഞ്ഞുങ്ങളില്ലാത്ത ദിവസം പ്രാർത്ഥിക്കുന്നു. നടുവേദനക്കാരെ, കിഡ്നിക്ക് വേദനയുടെ, നടുവിന് അസ്വസ്ഥമുള്ളവരെ, നടുവിൻ്റെ കസ്റ്റർ അകന്നു പോയവരെ, യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ വാതരോഗ, അസ്ഥി രോഗികൾ കർത്താവ്, അങ്ങനെയുള്ള എല്ലാ വിധത്തിലുള്ള വാതരോഗമുള്ളവരെയും
എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ച് അടയാളത്തിൽ ദൈവശക്തി സൗഖ്യമാകട്ടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മക്കളെ, ജീവിതത്തിൻ്റെ പൊതു സാഹചര്യങ്ങളാണ് സമർപ്പിക്കാൻ പോകുന്നത്. അതിൽ വിവാഹം ഒത്തുവരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ കുട്ടികളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരെല്ലാം ഇപ്പോൾ ശ്രദ്ധിച്ചേക്കണേ. പിന്നെ ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കാര്യം ടെസ്റ്റ് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കളില്ലേ, അതുപോലെ തന്നെ ജോലിക്ക് വേണ്ടി, അതുപോലെ തന്നെ പഠനത്തിന് വേണ്ടിയും വിദേശ രാജ്യങ്ങളെ പ്രോജക്റ്റ് വെച്ചിട്ടുള്ള കുഞ്ഞുങ്ങൾ, വിവാഹബന്ധം പിരിയാൻ പോകുന്നവർ, പിരിഞ്ഞ് നിൽക്കുന്നവരും അതിൻ്റെ വേദന അനുഭവിക്കുന്നവരും, പറമ്പ് വിൽക്കാനുള്ളവർ, വാങ്ങാനുള്ളവർ, പറമ്പില്ലാത്തവർ, കിടപ്പാടമില്ലാത്തവർ, വാടകയ്ക്കും ഒറ്റയ്ക്കും പാട്ടത്തിനും താമസിച്ചിട്ട് ഭീഷണി അനുഭവിക്കുന്നവർ, വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർ, എല്ലാ മക്കൾക്കും വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. പരിശുദ്ധ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് 2004 ചൊവ്വാഴ്ചയായിരുന്നു. കർത്താവേ, അമ്മയെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളമായി, അമ്മയെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണമായി ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ജോലിക്കും, അതുപോലെ തന്നെ പഠനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, OIT IELTS പോലെയുള്ള വിദേശ രാജ്യങ്ങൾക്കുള്ള യോഗ്യതാ പരീക്ഷയുടെ വിജയത്തിനായി പ്രാർത്ഥിക്കുന്നവർ, നല്ല സ്കോറിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, പഠിക്കാത്ത കുഞ്ഞുങ്ങൾ, പഠനത്തിലേക്ക് കയറാത്ത കുഞ്ഞുങ്ങൾ, അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, വാടകയ്ക്ക് ഒറ്റയ്ക്ക് പാട്ടത്തിന് താമസിക്കുന്നവർ, അവർക്ക് സ്വന്തമായ ഒരു കിടപ്പാട് തലചായ്ക്കാൻ ഇടമില്ലാത്തതിൻ്റെ പേരിൽ കർത്താവേ, ഓരോ മനുഷ്യരിങ്ങനെ നാടോടികളായി ജീവിക്കുന്നവരാണ്. കർത്താവേ, ഒരു മകൾ സാക്ഷ്യം പറഞ്ഞത്, ഉടമ്പടി ചെയ്യണവരെ ഞങ്ങൾ ഒരു മാസം ഓരോ ലീവിന് വരുമ്പോൾ ഓരോരോ വീട്ടിലാണ് അപ്പം കൂട്ടിക്കൊണ്ട് പോയത്. ഉടമ്പടി ചെയ്തപ്പോൾ അമ്മ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീട് തന്നു. ആ ഒരു അൾത്താർ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ധൈര്യത്തോടെ പ്രാർത്ഥിക്കണത്. കർത്താവേ, വാടക അടക്കാൻ പോലും നിവൃത്തിയില്ലാത്തവരെ ഇപ്പോഴങ്ങ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ തൊഴിൽ സംരംഭങ്ങൾ ചെയ്യുന്നത് അത് വീണ് പോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇടക്ക് നിന്ന് പോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കാർഷിക വിളകൾ കൊണ്ട് ജീവിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഒരു തൊഴിൽ കൊണ്ട് കുടുംബം മുഴുവൻ ജീവിക്കുന്ന അവസ്ഥകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ സാമ്പത്തിക ബാധ്യതകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, തൊഴിലവസരം, കർത്താവ്, ഓരോരോ തൊഴിൽ സംരംഭങ്ങൾ സ്വന്തമായി ചെയ്യുന്നവരെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പലരും കൂടി ചെയ്യുന്നുണ്ടെങ്കിലും ഒരു വരുമാനം കിട്ടാതെ അവസാനം സന്ധ്യയാകുമ്പോൾ വെറും കൈയോടെ നനഞ്ഞ് വിഷമിച്ച് പോരേണ്ട അവസ്ഥകൾ വരുന്നവരും, കർത്താവ്, പണി ചെയ്ത കാശ് കിട്ടാത്തവരെ അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈശോയെ, അവരെല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ എങ്ങനെ വളർത്തുമെന്ന് ഓർത്ത് വേദനിച്ചിരിക്കുന്നവരൊക്കെ കർത്താവ്, അവരുടെ കണ്ണുനീരിന് ഞാൻ അൾത്താറയിൽ പ്രാർത്ഥനയാക്കി അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, വസ്ത്രങ്ങൾ ഇല്ലാത്തവരുണ്ട്. ഈശോയെ, നല്ല വസ്ത്രം മനുഷ്യൻ്റെ വെട്ടത്തിടാൻ നിവൃത്തിയില്ലാത്ത വസ്ത്രങ്ങൾ ഈ കാലത്ത് പോലും അങ്ങനെ വിഷമം അനുഭവിക്കുന്നവരുണ്ട്. ഈശോയെ, അവരെല്ലാം ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഈശോയെ, അതുകൊണ്ട് യാത്ര പോലും പോകാൻ മടിയുള്ളവർ, സ്വന്തപ്പെട്ടവരുടെ വീട്ടിൽ പോലും വിരുന്ന് പോകാത്തവരുണ്ട്. കർത്താവെ, അവരെല്ലാം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ശരീരം ആസകലം വ്രണങ്ങളുള്ള കാരണം വസ്ത്രം ധരിക്കാൻ പറ്റാത്തവരുണ്ട്. ഈശോയെ, നീര് വെച്ച കാരണം വസ്ത്രം ശരീരത്തിൽ കയറാത്തവരുണ്ട്. കർത്താവെ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വേദന അനുഭവിക്കുന്ന എല്ലാവരെയും എണ്ണി അമ്മയുടെ മധ്യസ്ഥ ഈശോയ്ക്ക് സമർപ്പിക്കണം. കുഞ്ഞുങ്ങളെ ഓർത്ത് വേദനിക്കുന്നവരെ, കുഞ്ഞുങ്ങളെ ഓർത്ത്, കുഞ്ഞുങ്ങൾ പഠിക്കണില്ല, കുഞ്ഞുങ്ങൾക്ക് അനുസരണമില്ല, കുഞ്ഞുങ്ങൾ തെറ്റായ പ്രണയബന്ധത്തിൽ പോയിരിക്കുന്നു, കുഞ്ഞുങ്ങൾ സംസാരിക്കുന്നില്ല, കേൾക്കാത്ത കുഞ്ഞുങ്ങൾ, കാണാത്ത കുഞ്ഞുങ്ങൾ, എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത് നിരവധിയായ വേദന അനുഭവിക്കുന്ന മാതാപിതാക്കന്മാരുടെ സങ്കടങ്ങളെ പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥതയെ യേശുനാമത്തിൽ സൗഖ്യമാക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഒരു നിമിഷം മൗനമായി നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.
ഏതെങ്കിലും വിഷയങ്ങൾ അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി അമ്മയോട് ഈ സമയത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാൻ. ദിവ്യവൈദ്യനായ ഈശോയെ, ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു. ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും രോഗാവസ്ഥകളെയും ജീവിത പ്രതിബന്ധങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ രാജ്ഞിയായി വാഴണമേ. പൂർണ്ണാരോഗ്യത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി അഭിമാനത്തോടെ ജീവിക്കാനുള്ള ഭൗതിക സാഹചര്യങ്ങളെ ഈ നവേന വഴി ക്രമീകരിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കൈക്കൊള്ളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. പരിശുദ്ധനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. അമ്മ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ സമയം, ആ സമയത്ത് ഇവിടെ ദിവ്യകൃപാന ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾക്ക് നന്ദി പറഞ്ഞ് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് ആ കുർബാനയിൽ എല്ലാവരും തന്നെ ആ സമയം ഫ്രീ ആകുന്ന എല്ലാ മക്കളും 2:30 മണിക്കുള്ള പ്രത്യക്ഷീകരണ കുർബാനയിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. പ്രാർത്ഥന